നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന് ഭരണം തീരാൻ ഇനി വെറും ഒരു വർഷവും ചില്ലറ മാസവും മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ പാലക്കാട് തോൽവി സംസ്ഥാന നേതൃത്വം ശരിക്കും പുനഃപരിശോധിക്കേണ്ടതല്ലേ? എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പത്രങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കണ്ടെത്തൽ പി സരിൻ എന്ന സ്ഥാനാർത്ഥിയെ വാനോളം പുകഴ്ത്തുകയും സരിനെ പാർട്ടിയോട് ചേർത്ത് നിർത്തും എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ കേൾക്കുന്നത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എം പി രാജേഷിന് പിഴവ് പറ്റി എന്ന് സംസ്ഥാന നേതൃത്വം എം പി രാജേഷിന് മേൽ പഴിചാരുന്നു എന്നാണ്. എന്നാൽ ഇന്നലെ എ കെ ബാലൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം സരിനെ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ അദ്ദേഹം എം പി രാജേഷിന്റെ തലയിൽ ഇട്ടുകൊണ്ട് കൈ കഴുകാൻ ശ്രമിക്കുകയല്ലേ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ നിശ്ചയിച്ചു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് പാലക്കാട് CPM അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഷാഫി പറമ്പിൽ 2016 ജയിച്ച് വരുന്നതിന് മുമ്പ് ഒരു CPM സ്ഥാനാർത്ഥി KK ദിവാകരൻ മാത്രമാണ് പാലക്കാട് CPM-ൻ്റെതായി ജയിച്ച് വന്നിട്ടുള്ളത്. പാലക്കാട് CPM-ന് ജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ളത്. ഏതായാലും എം പി രാജേഷിനെ കുറ്റം പറയുന്നതുകൊണ്ട് മാത്രം CPM-ൻ്റെ ജില്ലാ ഘടകം സ്ഥാനാർത്ഥി പി സരിനെ നിശ്ചയിച്ചതിലെ തെറ്റ് കഴിയുന്നില്ല. അതായത് കോൺഗ്രസിൽ നിന്ന് ഒരാളെ സ്ഥാനമോഹിയായ ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേട് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായോ എന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർ അവിടെ ചോദിക്കുന്നു. കൂടാതെ കൃഷ്ണദാസ് എന്ന പഴയ MP മാധ്യമങ്ങളോട് കാണിച്ച അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അവിടെ ഏരിയ കമ്മിറ്റി അംഗം CPM-ന് നാളിതുവരെ പാർട്ടിയിൽ ഇല്ലാത്ത അച്ചടക്ക ലംഘനം ഉണ്ടായി ഒരു ഏരിയ കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു പോകുന്നതായി വാർത്തയുണ്ടാവുകയും അതിനെല്ലാം മാധ്യമങ്ങളെ പഴിചാരി വളരെ മോശമായി സംസാരിച്ച കൃഷ്ണദാസിൻ്റെ വർത്തമാനവും ഒക്കെ ഇനി ചർച്ചയാകേണ്ടതാണ്. കൂടാതെ ഇപ്പോൾ ഈ ഒരു സരിൻ എന്ന പുതിയ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു കോൺഗ്രസ്സുകാരനെ പാർട്ടി ചിഹ്നത്തിലല്ലാതെ മത്സരിപ്പിച്ചതിലൂടെ അഭിനവ കമ്മ്യൂണിസം പാലക്കാട് പോലൊരു ദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചെങ്കോട്ടയായിരുന്ന സ്ഥലത്ത് കുറേ അധികം പഴയ പാർട്ടി അംഗങ്ങളും പാർട്ടി തത്വങ്ങളും പാർട്ടിയിൽ വിശ്വസിക്കുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാർ നിരവധി ഉള്ള ആ നാട്ടിൽ പുതിയ പിണറായി കമ്മ്യൂണിസവും പുതിയ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളിലെ മാറ്റവുമൊക്കെ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാനായില്ല. കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ബിനിമോൾ എന്ന EK ഇമ്പിച്ചി ബാബയുടെ ബന്ധുവായ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാടുകാരിയായ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പൊങ്ങി വരികയും അവരെ മാറ്റിയിട്ട് സരിനെ കൊണ്ടുവരികയും ചെയ്തതിൽ ഒരു പാലക്കാട് നിന്ന് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകാത്തത് ഇപ്പോൾ സഭാ സമ്മേളനം നടക്കുന്ന ഈ വേളയിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കരുതാം. അതായത് പാലക്കാട് CPM-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിഭാഗീയത വളരെ അധികം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം കൊഴിഞ്ഞാമ്പാറയിൽ ഒരു സമാന്തര യോഗം നടന്നിരുന്നു. അതായത് കൊഴിഞ്ഞാമ്പാറയിൽ ലോക്കൽ സമ്മേളനം ഉണ്ടായിരുന്നത് പലതവണ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും മാറ്റിവെച്ചെങ്കിൽ ഇന്നലെ കൊഴിഞ്ഞാമ്പാറയിൽ നടന്ന ലോക്കൽ സമ്മേളനത്തിന് ഒപ്പം ഒരു സമാന്തര യോഗം CPM-ൽ ഇന്നലെ കൊഴിഞ്ഞാമ്പാറയിൽ ഉണ്ടായിരുന്നു. അതിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ നിശിതമായ വിമർശനവും ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ CPM-ൽ ഒരു വിഭാഗം പാലക്കാട് വിമത വിഭാഗം ഒരു സമാന്തര യോഗം കൂടുന്നത് വെറുതെ നിസ്സാരമായി കാണാൻ കഴിയില്ല. എന്തായാലും AK ബാലനും MP രാജേഷും അടങ്ങുന്ന ഒരു പാലക്കാട് നേതൃത്വം സരിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് ഇപ്പോൾ AK ബാലൻ MP രാജേഷിനെ പഴിചാരുമ്പോൾ MV ഗോവിന്ദന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാര്യം MV ഗോവിന്ദൻ അന്ന് ഇതിനെ എല്ലാം പൂർണ്ണമായി MP രാജേഷിനെ പിന്താങ്ങിയതാണ്. ഇപ്പോൾ അദ്ദേഹം കളം മാറ്റി ചവിട്ടുന്ന കാഴ്ചയാണ്. ഇത്തരത്തിൽ ഒരു സ്റ്റേഡായ തീരുമാനമില്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദൻ അതപ്പതിക്കുന്നുവോ എന്ന് നമുക്കിന്നിവിടെ ചോദിക്കേണ്ടി വരും. ഏതായാലും പെട്ടി വിവാദത്തിൽ വഴി കള്ളപ്പണം ഇറക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കി. രാഹുൽ മാങ്കൂട്ടം വ്യാജനാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് തമാശ രൂപേണ പറയേണ്ടി വരും. ഏതായാലും CPM എന്ന വലിയ ശത്രു, രാഹുലിന്റെ വലിയ ശത്രു അല്ലെങ്കിൽ CPM-ന്റെ വലിയ ശത്രു വെറും വിദ്യാർത്ഥി നേതാവായി വന്ന് യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്ന രാഹുലിന്റെ വളർച്ചയ്ക്ക് ഒരു വലിയ പങ്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPM-നും ഉണ്ട് എന്ന് തന്നെ പരിഹാസ രൂപേണ നമുക്ക് പറയേണ്ടി വരും. അതായത് CPM നൽകിയ വിജയമാണ് രാഹുലിനുണ്ടായത് എന്ന് തന്നെ നമുക്ക് തമാശ രൂപേണ പറയേണ്ടി വരും. ഏതായാലും പെട്ടി വിവാദം
പുതിയ കമ്മ്യൂണിസം ഒക്കെ പാലക്കാട് ഇപ്പോൾ എത്ര കണ്ട് വിലപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് സരിൻ സ്ഥാനാർത്ഥി ആയത് മുതൽ സരിനോടൊപ്പം വസീഫ് കൂടെ ഉണ്ടായിരുന്നു, റഹീം കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ചേർന്നുണ്ടാക്കിയ ആസൂത്രണം, പെട്ടി വിവാദമൊക്കെ ഒന്നുമല്ലാതെ ഐസ് ഉരുകുന്നത് പോലെ ഉരുകി പോവുകയാണ് ഉണ്ടായത്. അതായത് സാധാരണ ഒരു ഇലക്ഷൻ വരുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് മുതൽ എത്ര തങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് തങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ പാർട്ടി ചെയ്തില്ല എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമാണ്. അതിന് പകരം നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയാനും മറ്റു പാർട്ടികൾ ചെയ്യുന്ന അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർത്ത കാര്യങ്ങളൊക്കെ കുറ്റം പറയാൻ പത്രസമ്മേളനങ്ങൾ കൂട്ടുന്ന വ്യഗ്രതയിലായിരുന്നു ജില്ലാ സെക്രട്ടറി എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. അതായത് അഭിനവ കമ്മ്യൂണിസവും പഴയ കമ്മ്യൂണിസവും തമ്മിലുള്ള ഒരു തർക്കം തന്നെയായിരുന്നു പാലക്കാട് നടന്നത് എന്ന് നമുക്കിവിടെ ചേർത്ത് വായിക്കാം. ഏതായാലും പി സരിൻ എന്ന സ്ഥാനാർത്ഥിയെ ഗ്രാമപ്രദേശത്ത് ഒരിക്കലും പാർട്ടി അണികളോ പാർട്ടി വിശ്വാസികളോ പാർട്ടിക്കാരോ അംഗീകരിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടി ജയിച്ച ഗ്രാമപഞ്ചായത്തുകളിൽ പോലും വോട്ട് കിട്ടിയില്ല എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും പാർട്ടി ചിഹ്നം പോലും ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ CPM ഇറക്കിയത് വഴി പാർട്ടിക്ക് ഒരു പാലക്കാട് നിന്നൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാതെ സരിനെ പോലെ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന് കോൺഗ്രസ് വോട്ട് കിട്ടും, കുറെ കോൺഗ്രസ്സുകാരെ അടർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസ് വോട്ട് കിട്ടും എന്ന വിഡ്ഢി ചിന്ത CPM-നെ പടുകുഴിയിൽ കൊണ്ട് ചാടിച്ചു, 3-ാം സ്ഥാനത്തേക്ക് എത്തിച്ചു. വെറും 960 വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കിട്ടിയത്. ഏതായാലും പാർട്ടിക്ക് ഇത്തരത്തിൽ ഉണ്ടായ പാർട്ടിയിൽ ഉണ്ടായ അഭിനവ കമ്മ്യൂണിസത്തിന്റെ പാലക്കാട് പോലൊരു സ്ഥലത്ത് അഭിനവ പിണറായി കമ്മ്യൂണിസത്തിന് വന്ന തിരിച്ചടിയാണ് ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ അവർക്ക് നേരിടേണ്ടി വന്നത് എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.